ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ഫ്രണ്ട് സിജോയുടെ മോളുടെ ചിന്നുവിൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണിന്ന്. സെൻറ്റ് മേരീസ് കാനാനായ ഇടവകയിൽ 12ഓളം കുട്ടികളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനാണ് ഇന്ന് നടക്കുന്നത്. അത് ബോക്സിലെ അവർ ലേഡി ചർച്ചിൽ വെച്ചാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. മെൽബൺ സീറോ മലബാർ സഭയിലെ മാർ ബോസ്കോ പുത്തൂരിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 2 വൈദികരും ഈ ഭക്തിനിർഭരമായ പാട്ടുകുർബാനയിൽ പങ്കുചേരുന്നുണ്ട്. അതിനുശേഷം റിസപ്ഷൻ ഉണ്ട്. അതിനുശേഷം മെൽ വോയിസിൻ്റെ ഗാനമേള, കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരുക. ഞങ്ങളിപ്പോൾ സിജോയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി. പള്ളിയിൽ 2 മണിക്ക് എത്തേണ്ടതുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബോക്സിൽ അവർ ലേഡി ചർച്ചിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫങ്ഷനൊക്കെ തുടങ്ങാറായി. അപ്പോൾ ഇവിടെ ഒരുക്കങ്ങളും പരിപാടികളുമാണ്. ഫോട്ടോ സെക്ഷനാണ്. ഇപ്പോൾ കുട്ടികളുടെ ഫോട്ടോ സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. Ready? 1, 2, smile. Family background of One, two, three. 1, 2, 3. That's it. 1, 2, 3. Okay. യാഗവേ കരങ്ങൾ കൂപ്പി ഭയഭക്തിയോടെ
അൾത്താരയിൽ ബലിയർപ്പിക്കാൻ ഒരു മനസ്സോടണി ചേർന്നിടാം. ഹൃദയം പാവനമാക്കിയിടാം പരിശുദ്ധമായി യാഗത്തിൽ. കരങ്ങൾ കൂപ്പി ഭയഭക്തിയോടെ അണയാമീ ബലിയിൽ. കരങ്ങൾ കൂപ്പി ഭയഭക്തിയോടെ അണയാമീ ബലിയിൽ. യാഗവേദിയിൽ ബലിയർപ്പിക്കാനായി അണയൂ പ്രിയജനമേ. യാഗവേദിയിൽ ബലിയർപ്പിക്കാനായി അണയൂ പ്രിയജനമേ. ഓരോ ജീവിതവും ഒരു കാൽവരി ബലിയല്ലോ. കരങ്ങൾ കൂപ്പി ഭയഭക്തിയോടെ അണയാമീ ബലിയിൽ. കരങ്ങൾ കൂപ്പി ഭയഭക്തിയോടെ അണയാമീ ബലിയിൽ. യാഗവേദിയിൽ ബലിയർപ്പിക്കാനായി അണയൂ പ്രിയജനമേ. സൃഷ്ടാവിനെ വാഴ്ത്തിപ്പാടിടാം സൃഷ്ടികളണി ചേരുന്നിവിടെ. സൃഷ്ടാവിനെ വാഴ്ത്തിപ്പാടിടാം സൃഷ്ടികളണി ചേരുന്നിവിടെ. പ്രപഞ്ചനാഥനു ബലിയേകാം പ്രമോദമോടണി ചേർന്നിടാം. പ്രപഞ്ചനാഥനു ബലിയേകാം പ്രമോദമോടണി ചേർന്നിടാം. കരങ്ങൾ കൂപ്പി ഭയഭക്തിയോടെ അണയാമീ ബലിയിൽ. കരങ്ങൾ കൂപ്പി ഭയഭക്തിയോടെ അണയാമീ ബലിയിൽ. യാഗവേദിയിൽ
അണയും പ്രിയജനമേ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 മാസത്തിലധികമായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ ഫസ്റ്റ് സോളം ഹോളി കമ്മ്യൂണിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ഇന്ന് ഈ ദിനത്തിൽ ദിവനീയ ബോസ്കോ പിതാവ് ഇതിൻ്റെ സെലിബ്രൻ്റായിട്ട് മുഖ്യ കാർമ്മികനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പിന്നെ പിതാവിനെയും അതുപോലെ തന്നെ നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛന് ഈ ദേവാലയത്തിൻ്റെ ചാർജ് വഹിക്കുന്ന അച്ഛനും നമ്മളോടൊപ്പം ഈ ശുശ്രൂഷകളിൽ ഉണ്ട്. ഒപ്പം ഫസ്റ്റ് സോളം ഹോളി കമ്മ്യൂണിന് വേണ്ടി സ്വീകരിക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന പ്രിയ കുട്ടികളെയും അവരുടെ പേരൻസിനെയും അവരുടെ റിലേറ്റീവ്സിനെയും സുഹൃത്തുക്കളെയും നമ്മുടെ ഇവിടെ ഇന്നത്തെ പ്രോഗ്രാമിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടിയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഭക്തിയോടുകൂടിയും ഈ ക്രമങ്ങളിൽ പങ്കുചേരാം. നമുക്കറിയാം, ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാം മനസ്സിലാക്കി എല്ലാവരും നല്ല രീതിയിൽ ഭക്തിയാദരോടുകൂടി ഈ ദേവാലയത്തിൽ ആയിരിക്കുവാനായിട്ട് ഏറ്റവും സ്നേഹത്തോടുകൂടിയും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഏതാനും ചില കാര്യങ്ങൾ നമ്മളിവിടെ ഈ പള്ളിക്കകത്ത് 300 പേർക്കുള്ള സൗകര്യമാണ് ഉള്ളത് എന്ന് അച്ഛൻ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. മറ്റുള്ളവർ മനസ്സിലാക്കി പ്രായോഗികമായ രീതിയിൽ പെരുമാറണമെന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഈ ദേവാലയത്തിൻ്റെ മുൻവശത്ത് തിരക്കേറിയ ഒരു വഴിയാണ്. അപ്പോൾ കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ പ്രത്യേകമായൊരു ശ്രദ്ധ പേരൻസ് തന്നെ ഉണ്ടാകണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ദേവാലയത്തിൽ 2 സൈഡിലായിട്ട് ടോയ്ലറ്റിൻ്റെ സൗകര്യമുണ്ട്. ഇവിടെ ഫോയറിൻ്റെ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, അവിടെയുണ്ട്. അല്ലെങ്കിൽ ഈ പുറകുവശത്തായിട്ടുള്ള സൈഡിൽ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ പേരൻസ് അക്കമ്പനി ചെയ്യണം എന്നുള്ള കാര്യവും ഓർപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് ദേവാലയത്തിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രൂപയ്ക്ക് ചേർന്ന രീതിയിൽ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ മറ്റെല്ലാവരും ഒരു സ്നേഹത്തോടെ ഒന്ന് ഓർപ്പിക്കുകയാണ്. നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഭക്തിയോടുകൂടിയും ഈ കർമ്മങ്ങളിൽ പങ്കുചേരാം. പിന്നെ നമ്മൾ സ്മോക്കിൻ്റെ ഒരു പ്രശ്നമൊക്കെ അച്ഛന് നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം പ്രത്യേകമായിട്ട് നമ്മളുടെ ഒരു ശ്രദ്ധയോടുകൂടി ചെയ്യുക. നമ്മൾ കോവിഡിൻ്റെ മാനദണ്ഡങ്ങളുമൊക്കെ എല്ലാവരും പാലിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കുടുംബങ്ങൾ ഒരുമിച്ചിരിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ 2 കുടുംബങ്ങൾ തമ്മിൽ അകലം പാലിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ മാസ്ക് ധരിക്കണം. പൊതുവായ നിയമങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരിക്കൽ കൂടി ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും സ്നേഹത്തോടു കൂടി നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരിക്കൽ കൂടി നമുക്ക് ഭക്തിയോടുകൂടിയും ഈ കർമ്മങ്ങളിൽ പങ്കുചേരാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. തിരുമുൻപാകെ അണച്ചിടാം.
തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയൊഴികളിൽ അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥിയുടെ ഏറ്റു പറയുകയും ചെയ്തുകൊണ്ട് ദിവികാരൻ ഈശോയെ ആഘോഷമായി സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരത്തോടും കൂടെ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കരുതി നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സൈന്യങ്ങൾ തന്നതിനാ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
ഇതിനുശേഷം ഈശോ തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ, പത്രോസ്, ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലായ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വെള്ളത്തിൽ കയറി. എന്നാൽ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ ഈശോ കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് ഈശോയാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഈശോ അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വെള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈശോ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായമെടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലത്തിലായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഈശോ പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. ഈശോ പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണെന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞു. ഈശോ വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. Lord Jesus, we thank you for the solemn celebration of our first Holy Communion today. Give us the grace to love the celebration of the Holy Corona and to make the commitment to receive the Holy Eucharist regularly in our lives. With a contrite heart, let us pray to the Lord. Lord, hear our prayers. Heavenly Father, we thank you for this blessed day, and we pray for an outpouring of the Holy Spirit among each one of us throughout our life. Let us pray to the Lord. Lord, hear our prayers. Lord, we pray for the Church. Bless our Holy Father, Pope Francis, our Major Archbishop Ma George Kalangiri, Archbishop Ma Matthew Murkat, Bishop Bosco Putur, and all other bishops and priests, to lead us to our heavenly home, especially let the chosen race to the promised land. Let us pray. Lord, hear our prayers. Lord Jesus, we pray for St. Mary's Carmel Catholic Parish, Melbourne. Bless our parish priest, Father Prince, all the volunteers who work for the growth of our parish, all the families, youth and children. Lord, hear our prayer. Lord, hear our prayers. Lord, bless our parents, our siblings, grandparents, our relatives and friends, our parish priests, and the teachers who tirelessly prepared us for this special day in our lives, that they may enjoy the gift of deep faith and peace in their hearts. Let us pray to the Lord. Lord, hear our prayers. Lord, you transfigured on Mount Tabor and strengthen your beloved disciples who are terrified. Enable us to joyfully welcome you when you come in glory on the day of judgment. Let us pray. Lord, hear our prayers.
Lord Jesus, fill us with the word of God and give us the grace to proclaim it to the world. Let us pray. Lord, hear our prayers. Lord, bless our parish, that we may re-encounter the Lord who serves us in the sacrament we celebrate and in the communion that we share. Let us pray. Lord, hear our prayers. Lord Jesus, we pray for everyone who worked hard to prepare for the celebration here in the church, and all those who are present here today, to pray with and bless us. Let us pray to the Lord. Lord, hear our prayers. Lord, send your Holy Spirit upon the people of our parish. Give us a greater love for all. Make us more compassionate for the sick, the lonely, and all in need. More zealous in the inspiration of the young, more concerned about the wider mission of the church, and more generous in our giving of service. Let us pray. Lord, hear our prayers. Lord, we beseech you to teach our political leaders to relinquish all means of violence and to lead all people in the ways of love, compassion and peace. Let us pray. Lord, hear our prayers. മരണത്തെ ജയിച്ചടക്കിയ ശിഹായെ നിന്റെ സഭയിൽ സദാ സന്നിഹിതനായ നവജീവനും കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകാൻ വേണ്ടി നിന്റെ ബലിജീവിതത്തിൽ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കാനിടയാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമാ ശരണപ്പെട്ടു. അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമോർത്തിട പാവനമീ ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായേയും
രക്തസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ നടമാടാൻ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോദ്ധാരത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊല്ലുവിനെന്നേക്കും നോമം പ്രാർത്ഥനയും പശ്ചാത്താപവുമായി നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, ജീവിത പങ്കാളികൾ, പുത്രീ പുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ.
ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കേണമേ. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കേണമേ. ശത്രുതയെല്ലാം നീക്കി നിദാനം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കേണമേ. ഹൃദയമൊരുക്കാം മാറണം നിത്യം നിറയാം ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കേണമേ. ഉത്ഥാനത്തിനും മധുപോൽ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നമ്മുടെ ഹൃദയരും പ്രസന്നവതനരും നിഷ്കലകരുമായി വ്യാപരിക്കുവാൻ ഞങ്ങൾ യുഗരാക്കണമേ. ഞങ്ങളെല്ലാവരും നീ ഇറങ്ങി വിളിച്ച് പ്രാരംഭം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
ആമേൻ. കർത്താവേ, ശക്തനായ സർവീശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളെ പിതാവ്, ഇങ്ങോട്ട് കാരുണ്യം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപം പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അങ്ങേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ജനങ്ങളെ വരുവിൻ, കർത്താവിന്റെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും നിത്യസ്മാരകമായ ഈ മഹാരഹസ്യങ്ങളെ പ്രത്യാശാപൂർവ്വം നമുക്ക് സമീപിക്കാം.
നീ വളരേണമേ ആരാധന. നേരമേ പ്രമോഹനം നീ വരും ക്ലീശമേ പ്രധന്യവും നീ വരും നേരമേ പ്രമോഹനം നീ വരും ക്ലീശമേ പ്രധന്യവും ഒരു വേളയെന്നെ നീ തൊടേണമേ ഒരു വേളയെന്നെ നീ തൊടേണമേ എന്നിലെ മുറിവുകൾ സൗഖ്യമാക്കിയിടണേ എന്നിലെ മുറിവുകൾ സൗഖ്യമാക്കിയിടണേ നന്മയായി നീ വളരേണമേ ആരാധന. എന്നുള്ളിൽ വാഴുന്ന എന്നാത്മരൂപമേ ആരാധന. എന്നുള്ളിൽ നന്മയായി നീ വളരേണമേ ആരാധന. നാഥയെങ്കിലും നീ കരുണതൻ കരമൊന്നു നീട്ടണേ പാപിയാണു ഞാൻ നാഥയെങ്കിലും നീ കരുണതൻ കരമൊന്നു നീട്ടണേ വർഷമായി മാറണേ വർഷമായി മാറണേ യേശുവേ സ്വന്തമാക്കണേ യേശുവേ സ്വന്തമാക്കണേ ുള്ളിലണയും നാഥനേ ആരാധന ആരാധന ക്രിസ്തടത്തിൽ നിൻ സ്നേഹം പകരണേ എന്നാത്മാവിലെങ്ങും നീ വാഴണേ എന്നാത്മാവിലെന്നും നീ വാഴണേ എന്നുള്ളിൽ വാഴുന്ന എന്നാത്മരൂപമേ ആരാധന എന്നുള്ളിൽ നന്മയായി നീ വളരേണമേ ആരാധന എന്നുള്ളിൽ വാഴുന്ന എന്നാത്മരൂപമേ ആരാധന എന്നുള്ളിൽ നന്മയായി നീ വളരേണമേ ആരാധന
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യ സകല നീതിയാന്മാരുടെ കൂടി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായെയും ഈ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നിന്ന് ഞങ്ങളെ പങ്കുകാരാക്കുകയും രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരണത്തിന് നിന്ന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. Before the final blessing, I will just ask you to sit down 3 minutes. In fact, I wanted to say this in homily. You know, there is a new saint going to come in India, Devasahayam Pilla, a very strange person. He was born in 1712 in a Hindu family, and he was a soldier of the king of Travancore. He was married to a Hindu woman, but he had a lot of miseries in life, a lot of suffering. പാപവിമോചനമേകിടുവാൻ പാരിനു ശാന്തി പകർന്നിടുവാൻ ക്രൂശിതനായൊരു നാഥാനിൻ ഉത്ഥാനം പരമാനന്ദം ഉദ്ധിതനാഥൻ മാനവരിൽ പാവന ശാന്തി നിറയ്ക്കട്ടെ. സ്വാതന്ത്ര്യത്തിൻ വീതികളിൽ നിത്യം നമ്മെ നയിക്കട്ടെ. വാഗ്ദാനം പോലനവരതം വിശ്വാസത്തിൽ വളർന്നിടുവാൻ ഉദ്ധിതനായി ഉദ്ഘോഷിക്കാൻ ദൈവം വരനിര ചൊരിയട്ടെ. ജീവൻ പകരും നിർമ്മലമാം പാവന ദിവ്യരഹസ്യങ്ങൾ നിത്യമഹത്വം നൽകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിയുടെ ഞങ്ങളുടെ കർത്താവിന്റെ കൃപയെ സ്തുതി. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും
വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ യുഗത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകളവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ, St. Mary's Nanaya Parish Melbourne Parish Prayer. Heavenly Father, we, the people of St. Mary's Nanaya Catholic Church, praise and thank you for calling us to be your people. Pour down your grace and mercy upon our parish. Holy Spirit, send your fire into our hearts and minds. Help us to obey your will. Renew us, unite us, make us one family in you. Lord Jesus, we offer and consecrate our beloved parish to your sacred heart through the Immaculate Heart of Mary, our Mother. We pray for our priests, parish ministries, our families, our youth, the sick, the lonely, and the elderly. We pray for the needs of all our parishioners and for our own special intentions. Saint Mary, Mother of God, pray for our parish. Saint Joseph, Head of the Holy Family, pray for our families. പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികൾ അവർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകിച്ച് ഈശോയിനെ അവർ സ്വീകരിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവരൊരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥന ചെല്ലുകയാണ്. അതിനുശേഷം അവരൊരു നന്ദിയുടെ ഒരു പാട്ടും പാടുന്നതാണ്. നമുക്ക് ആ പ്രാർത്ഥനയിൽ പങ്കുചേരാം. Oh Jesus, my God, I thank you for coming into my heart today for the first time. I adore you, I praise you, I worship you, I love you with all my heart. I thank you for forgiving my sins. Jesus, bread of life, you have given yourself to me. Now let me give myself to you. I give you my body, that it may be chaste and pure. I give you my soul, that it may be free from sin. I give you my heart, that it may always love you. Jesus, bring light to the darkness of my heart. Bless me with right faith, insight and wisdom, so I can always discern your holy and true will. Bless my parents, brothers and sisters, and the whole family. Bless my teachers, friends, and all who are in need of your mercy. Soul of Christ, sanctify me. Body of Christ, save me. Of blood of Christ, integrate me. Jesus, never let me be separated from you. I may praise you forever and ever. Amen. ഓക്കെ, നമുക്കെല്ലാവർക്കും ഇരിക്കാം. അപ്പോൾ കുട്ടികൾ ഒരു പാട്ടും കൂടി പാടി, നന്ദിയുടെ ഒരു പാട്ടും അവരൊരുമിച്ച് പാടുന്നതാണ്. നേരെ തിരിഞ്ഞ് എന്നുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പാടുക. 1-2 മൈക്കുകൾ അവൈലബിൾ ആക്കണമെങ്കിൽ ഇപ്പോൾ ആക്കുക.
ഈശോടെ കൂടെ നടത്തിടണേ, ഈശോടെ കൂടെ നടത്തിടണേ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടത്തിടണേ. ഈശോടെ കൂടെ നടത്തിടണേ, ഈശോടെ കൂടെ നടത്തിടണേ. സ്ഥലങ്ങളിൽ പോയി വിളിക്കാവുന്നതാണ്. ഇപ്പോൾ കുട്ടികളുടെ പ്രതിനിധിയായിട്ട്
സേറാണ്. അപ്പോൾ അതിന് പിതാവിന് നന്ദി പറയുകയാണ്. സേറ. അവരാദ്യമായിട്ടാണ് ഈ വർഷം ഇതിൻ്റെ ഈ ക്ലാസ് കാര്യങ്ങൾ എടുക്കുന്നത്. നമുക്കറിയാം നല്ല പരിമിതികളിലെല്ലാം നിന്നുകൊണ്ട് അവർ ചെയ്ത സേവനത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. പിതാവ് അവർക്ക് ഒരു സ്നേഹോപകാരം അവരുടെ പേരൻസ് നൽകുകയും ചെയ്യുന്നതാണ്. ഒപ്പം പ്രത്യേകിച്ച് നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സിനെ എല്ലാം ഹൃദയമായിട്ട് മുന്നോട്ട് വർക്ക് ചെയ്യുകയാണ്. അവരെ പഠിപ്പിച്ച് വലുതായിക്കൊണ്ടിരിക്കുന്ന കാറ്റഗിസം ടീച്ചേഴ്സ്, നമ്മുടെ പള്ളിയിലെ കൈക്കാരന്മാരും സെക്രട്ടറിയും ഗവൺമെൻറ് ജോയ്സ് ജോസഫ്, ലിപ്സ് അബ്രഹാം, അവരെയൊക്കെ വളരെ നേതൃത്വവും സഹകരണവും അവരുടെ പ്രത്യേകപ്പെടുത്തി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം എല്ലാ പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പല മീറ്റിങ്ങുകളും കാര്യങ്ങളും പേരൻസും ഒക്കെ ഒരുമിച്ച് ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.